ഈ സംഗമത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. KM അബ്ദുള്ള കുഞ്ഞി സ്പീക്കർ. പ്രൊഡ്യൂസർ അവർഗസ് ഇസ്രാർ മേഘ്ലോ അവരുടെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദി ഒക്കേഷൻ ഇസ്രാർ മേഘ്ലോ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അസീസ് കളത്തൂരിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദയവ് ചെയ്ത് ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നവരെല്ലാം വോളണ്ടിയർമാരടക്കം ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ദയവ് ചെയ്ത് പുറത്തു വരണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരും പുറത്തു വരണമെന്ന് അറിയിക്കുകയാണ്. മുനീറേന്ദ്ര ആരും ഇപ്പൊ വൈകിട്ട് അങ്ങുന്നില്ല. ഇതൊരു നേതാവിന്റെ പേരിൽ അലങ്കൃതമാക്കപ്പെടുമ്പോൾ കണ്ണും കരളും പകുത്തു നൽകി ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച പ്രത്യയശാസ്ത്രത്തിന്റെയും ജനോപകാര പ്രവർത്തനത്തിന്റെയും ജനപ്രതിനിധിയുടെയും പേരായി മാറിയ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി എന്ന നാമധേയം കൊണ്ട് മുഗ്ലാലിന്റെ മണ്ണിൽ കുത്തിവെച്ച ഈ മനോഹരമാകുന്ന സംഹിത എല്ലാവരെയും ഈ സംഗമത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഏറ്റവും പ്രൗഢമാകുന്ന പദത്തരത്തിന്റെ പരിത്യാഗത്തിന്റെ പരിമിതിയിലേക്ക് സമൂലമായി ഒരു കാലത്തെ അടയാളപ്പെടുത്താൻ ഉമ്മൻചാണ്ടിക്കായിട്ടുണ്ട് എന്ന മാസ്മരികതയോടുകൂടി ഉമ്മൻചാണ്ടി വെറുതെ നേതാവായിരുന്നില്ല, വെറുതെ മുഖ്യമന്ത്രിയായിരുന്നില്ല, വെറുതെ മന്ത്രിപദമലങ്ങൾ ചുമത്തിട്ടുമായിരുന്നില്ല. ഒരു മനുഷ്യൻ അതിനപ്പുറത്ത് മലയാളത്തിലേക്ക് കാലം നൽകിയ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ പേരായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്നത്. ആ മനോഹരമാകുന്ന തീരുകൾ കൊണ്ട് നമ്മളിതാ ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിലുള്ള മനോഹരമാകുന്ന മത്സരത്തിന്റെ ഫൈനൽ ആവേശത്തിന്റെ കലാസക്കളിയിലേക്ക് കടക്കുകയാണ്. വന്നവർ, ഇരുന്നവർ, കേട്ടവർ, കണ്ടവർ, സഹകരിച്ചവർ, സഹായിച്ചവർ, കൂടെ നിന്നവർ, ചോർത്ത് പിടിച്ചവർ, സ്പോൺസർമാർ, ജനപ്രതിനിധികൾ, അതോടൊപ്പം നാട്ടുകാർ, മറ്റു ക്ലബുകളെ അംഗങ്ങൾ, ടീമുകൾ, അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് മുന്നിലും പിന്നിലും വ്യാപകനില്ലാതെ ഊണമുറക്കമൊഴിച്ച് അശ്രാന്ത പരിശ്രമത്തിന്റെ വേളയിൽ ഇതിനെ വിജയിപ്പിക്കാൻ വേണ്ടി പെടാപാടുപെടുന്ന പ്രിയപ്പെട്ടവർ, അവർക്കൊക്കെ സ്നേഹത്തോടെ നന്ദിയും കിടപ്പാടും അറിയിച്ചുകൊണ്ട് നമ്മൾ സ്നേഹത്തോടുകൂടി പ്രസന്റേഷൻ സെറമണിയിലേക്ക് കടക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഗ്രൗണ്ടിലെ എല്ലാവരും ഒന്ന് പ്രദർശിക്കുക. ബാബാ, ഗ്രൗണ്ടിലുള്ള ആളുകളെല്ലാം ഇതിന് പ്രത്യേകം ഷെഡ്യൂൾ ചെയ്ത ഒരു രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ചാണ് നമ്മൾ ഇത് നടത്തുന്നത്. ക്യാമറ കൈകാര്യം ചെയ്യാൻ, ഒപ്പിയെടുക്കാൻ അതിന്റെ പ്രൊഫഷണൽ മികവോട് കൂടിയിട്ടുള്ള മീഡിയ വിങ്ങുണ്ട്. അവരാണത് ഏറ്റെടുക്കുന്നത്. അതോടൊപ്പം ഇതിന്റെ മനോഹരമാകുന്ന സിറ്റുവേഷൻ അത് മേക്ക് ചെയ്യാൻ വേണ്ടി ക്രിയാത്മകമായി നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള വളണ്ടിയർ പാനലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, എല്ലാറ്റിലും മനോഹരമായ തീരമുണ്ടാകണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു. ആദ്യമായി നമ്മുടെ അനുമോദന ചടങ്ങിൽ അനുമോദനങ്ങൾ നൽകുന്നത് പ്രിയപ്പെട്ട മഞ്ചേശ്വരത്തിന്റെ MLA AK മസറഫ് സാഹിബാണ്. അദ്ദേഹത്തിന്റെ റെഡ് കാർപ്പറ്റിലൂടെ സ്നേഹത്തോടെ പ്രസന്റേഷൻ പോയിന്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. AK മസറഫിനെ സ്നേഹത്തോടെ പ്രസന്റേഷൻ പോയിന്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രസന്റേഷൻ പോയിന്റിലാണ് നമ്മുടെ പരിപാടിയുടെ അനുമോദിക്കൽ ചടങ്ങ് നടക്കുന്നത് എന്നറിയിക്കുകയാണ്. കിട്ടും 360. ഇവിടെ മുന്നിൽ നിൽക്കുന്ന ആളുകളെല്ലാം ഗ്രൗണ്ടുകൾ വിട്ടുകൊടുക്കുക. നമ്മുടെ ഒരു പരിപാടിക്കും ഗ്രൗണ്ട് വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ നിൽക്കരുത്. ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മൾ പ്രസന്റേഷൻ സെറമണിയിലേക്ക് കടക്കുന്നു. ആദ്യമായി പ്രസന്റ് ചെയ്യുന്ന വ്യക്തിത്വം
ആദ്യമായി അനുമോദനം ഏറ്റുവാങ്ങുന്ന വ്യക്തിത്വം, കായികരത്നം അവാർഡ് നമ്മളിൽ നിന്ന് കരസ്ഥമാക്കുന്ന വ്യക്തിത്വം പ്രിയപ്പെട്ട മൂസ ഷെരീഫ് അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ പ്രസന്റേഷൻ പോയിന്റിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ സ്വന്തമാക്കിയ കുതിപ്പിന്റെ പര്യായമാണ് മൂസ ഷെരീഫ്. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച നാവിഗേറ്റർ എന്ന നിലയിൽ തന്റെ പേര് സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തി കഴിഞ്ഞ ഇദ്ദേഹം കാൽപന്തിന്റെയും ഇഷലിന്റെയും ഗ്രാമമായ ഈ കൊച്ചുമൊഹ്റാൻ ഇന്ത്യൻ കായിക രംഗത്തിന് നൽകിയ സമ്മാനമാണ്. മൂസ ഷെരീഫിന്റെ കരിയർ ഏതൊരു കായിക പ്രേമിയെയും അമ്പരപ്പിക്കുന്നതാണ്. ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ നാവിഗേറ്റർ മൂസ ഷെരീഫാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഏഷ്യ പസഫിക് റാലി ചാമ്പ്യൻഷിപ്പിലും വിദേശ രാജ്യങ്ങളിൽ നടന്ന ഒട്ടുമിക്ക റാലികളിലും വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് നമ്മുടെ മഹത്തായ ഇന്ത്യയുടെ അഭിമാനമായി മാറി. 34 വർഷത്തിലേറെയായി ഈ രംഗത്ത് സജീവമായി തുടരുകയും 344 റാലികളിൽ പങ്കെടുക്കുകയും ചെയ്ത ഏക ഇന്ത്യക്കാരനാണ് ഷെരീഫ്. 101 അന്താരാഷ്ട്ര റാലികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചതും 23 ചാമ്പ്യൻ കിരീടങ്ങൾ സ്വന്തമാക്കിയതും ഇന്ത്യയുടെ സർവകാല റെക്കോർഡാണ്. 8 തവണ ഇന്ത്യൻ നാഷണൽ കാർ റാലി ചാമ്പ്യൻ, ഒപ്പം ഈയിടെ സൗദി അറേബ്യയിൽ നടന്ന WRC3 ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടി ലോകവേദിയിൽ ഇന്ത്യക്ക് ചരിത്ര പോഡിയം നേടിക്കൊടുത്ത അപൂർവ നേട്ടം. ചുരുക്കി പറഞ്ഞാൽ റെക്കോർഡുകളുടെ തോഴനാണ് മൂസ ഷെരീഫ് എന്ന അത്ഭുത പ്രതിഭാസം. മണിക്കൂറിൽ 100-ലധികം കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന ഒരു വാഹനത്തെ കൃത്യമായ വഴിയിലൂടെ നയിക്കുക എന്നത് അസാമാന്യമായ മനക്കരുത്തും ഏകാഗ്രതയും ആവശ്യമായ ജോലിയാണ്. ഒരു നിമിഷത്തെ പിഴവ് പോലും വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം. അവിടെയാണ് മൂസ ഷെരീഫ് എന്ന നാവിഗേറ്ററുടെ വേഗതയും മനക്കരുത്തും കൃത്യതയും ശ്രദ്ധേയമാകുന്നത്. ഇന്ത്യയുടെ ഒപ്പം ഈ ഇശൽ ഗ്രാമത്തിന്റെയും യശസ് വാനോളം ഉയർത്തിയ മൂസ ഷെരീഫിന് ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി അഭിമാനത്തോടുകൂടിയാണ് ഈ കായിക രത്ന അവാർഡ് സമ്മാനിക്കുന്നത്. അടുത്തത് അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ദ ബിസിനസ്മാൻ ബഷീർ PM അവരുടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചരിത്രത്തിന്റെ കുത്തിയേകിയ ദിനരാത്രത്തിന്റെ പേരിൽ ഈ നാടും ഈ സമൂഹവും ഏറ്റവും മനോഹരമായി സാംസ്കാരിക സമിതിയായി ഉമ്മൻചാണ്ടിയുടെ പേരിൽ നാമധേയം കുത്തിവെച്ച സൂപ്പർ 7 ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഒരു ഫൈനൽ ആവേശ കളരിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് ഒരു പ്രസന്റേഷൻ പോയിന്റ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ വാളിൽ ഇതിന്റെ ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ലൈവായി കാണാവുന്നതാണ് എന്ന് കൂടി അറിയിക്കുകയാണ്. പാർപ്പിട മേഖലയിലും റിയൽ എസ്റ്റേറ്റ് രംഗത്തും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യവസായ പ്രമുഖനാണ് ശ്രീ ബഷീർ PM. സാധാരണക്കാർക്കും പ്രവാസികൾക്കും ഒരുപോലെ വിശ്വസിക്കാവുന്ന ഒരു ബ്രാൻഡായി ഫൽനീർ പാലസിനെ വളർത്തിയെടുക്കുന്നതിൽ താങ്കളുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃപാഠവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിൽ താങ്കൾ കാണിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ആധുനിക സൗകര്യങ്ങൾ കോർത്തിണക്കി മികവുറ്റ പ്രോജക്റ്റുകൾ യാഥാർത്ഥ്യമാക്കുന്ന താങ്കളെയും താങ്കളുടെ സ്ഥാപനത്തെയും പ്രശംസിക്കാതെ വയ്യ. ഒരു മികച്ച സംരംഭകൻ എന്നതിലുപരി കരുണയുള്ള ഒരു വ്യക്തിത്വമായി താങ്കൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയവും മാതൃകാപരവുമാണ്. താങ്കളുടെ യാത്രയിൽ ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്നും ഫൽനീർ പാലസ് ശൃംഖല കൂടുതൽ വിപുലമാകട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി വളരെ സ്നേഹത്തോടെ താങ്കൾക്ക് സർക്കിൾ ഓഫ് എക്സലൻസ് അവാർഡ് സമ്മാനിക്കുന്നു. താങ്ക് യു സർ. ഏറ്റവും മനോഹരമായി പടുത്തുയർത്തി കടവുകൾ കാണുമ്പോഴും നല്ല നന്മകൾക്ക് വേണ്ടി സമീപിച്ചാൽ മതമായ അഭേദ്യബന്ധം പുലർത്തുന്ന സിറ്റികളുടെ സ്നേഹത്തോടെ പ്രസന്റേഷൻ പോയിന്റിലേക്ക് പ്രസന്റേഷൻ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കാലവും ചരിത്രവും അടയാളപ്പെടുത്തിയ മൊഗ്രാലിന്റെ മണ്ണിന്റെ സ്നേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി പ്രസന്റേഷൻ പോയിന്റിലേക്ക് ക്ഷണിക്കുകയാണ്. കാസർഗോഡിന്റെ പൊതുരംഗത്തും ജൈവവായുവിന്റെ മേഖലയിലും സാംസ്കാരിക രംഗത്തും സജീവ സാന്നിധ്യമായ അബ്ദുൽ കരീം സിറ്റി ഗോൾഡിന് ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതിയുടെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നു.
മൊഗ്രാലിന്റെ മണ്ണ്. അത്യുത്തര കേരളത്തിന്റെ മാനവികത അടയാളപ്പെടുത്തുമ്പോഴും കാൽപന്തിന്റെ വിസ്മയത്തിന്റെ തൂലിക തുന്നിച്ചേർക്കുമ്പോഴും ഇസ്രലിന്റെ ഗ്രാമം എന്നാണ് ഈ നാടിനെ അറിയപ്പെടുന്നത്. ഇസ്രലിന്റെ പെരുമഴ പെയ്തിറങ്ങുന്ന നാട്ടിൽ ഇസ്രൽ പെരുമഴയായി പെയ്തൊഴിയാതെ എന്നും നിലകൊള്ളാൻ വേണ്ടി ഓരോരുത്തർ നിയോഗിക്കപ്പെടാറുണ്ട്. അങ്ങനെ ഇസ്രലിന്റെ നാട്ടിൽ മാപ്പിളപ്പാട്ടിനെയും കോൽക്കൈയെയും ഇടനെഞ്ചിൽ ചേർത്ത് വെച്ച് മാപ്പിളപ്പാട്ടിന്റെ മനോഹര തീരത്തേക്ക് കാലത്തിൽ അടയാളപ്പെടുത്തിയ ഈ നാടിന്റെ സ്വന്തം SK ഇക്ബാലിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മാപ്പിളപ്പാട്ടുകാര ശാഖയ്ക്ക് തനതായ ശൈലിയിലൂടെ മികവാർന്ന ശബ്ദത്തിലൂടെ മിഴിവേകിയ ഗായകനാണ് ഇശൽ ഗ്രാമത്തിൻ്റെ സ്വന്തം SK ഇക്ബാൽ. മാപ്പിളപ്പാട്ടിനോടൊപ്പം ദഫ്മുട്ട്, കോൽക്കളി പോലുള്ള മാപ്പിള കലകൾക്ക് ഇദ്ദേഹം നൽകിയ സംഭാവനകൾ അമൂല്യമാണ്. കലയെ വെറും വിനോദമായി കാണാതെ മനുഷ്യരെ ജാതിമത ഭേദമന്യേ ഒരുമിപ്പിക്കാനുള്ള ഉപാധിയുമായി അദ്ദേഹം ഇത് മാറ്റിയെടുത്തു. സംഗീതത്തോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ സാന്നിധ്യമായി നിലകൊള്ളുകയും ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത SK ഇക്ബാലിനെ ആദരിക്കുന്നതിൽ ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. മകൻ റിയാസിനെ അതേറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മാപ്പിളപ്പാട്ടിന്റെ ശാഖയും തനിമ ചോരാതെ മുന്നോട്ട് ഗമിക്കപ്പെടുന്ന സ്നേഹത്തിന്റെ വസന്തം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മകനേറ്റ് വാങ്ങുകയാണ്. നല്ല കാര്യയോടുകൂടി തന്നെ അത് നമ്മൾ നൽകപ്പെടുകയാണ്. തേജസ്സുമായി ഏറ്റവും മനോഹരമായി പ്രവർത്തന രീതിയിൽ സജീവതയുടെ അടയാളപ്പെടുത്തലുകൾ സമ്മാനിക്കുന്ന സ്വിമ്മിംഗ് ട്രെയിനർ MS മുഹമ്മദ് കുഞ്ഞി അവരുടെ സ്നേഹത്തോടെ നിറകയോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. മൊഗ്രാൽ നീന്തൽക്കുളത്തിൽ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെയായി ആയിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായി നീന്തൽ പരിശീലനം നൽകി വരുന്ന മൊഗ്രാലിൻ്റെ അഭിമാന താരമാണ് നീന്തൽ വിദഗ്ധൻ MS മുഹമ്മദ് കുഞ്ഞി. പ്രതിഫലം ഇച്ഛിക്കാതെ ഒരു വലിയ തലമുറയെ നീന്തൽ പഠിപ്പിക്കുകയും ഒരു ജീവൻ രക്ഷാ ഉപാധിയായ നീന്തൽ പരിശീലനത്തെ ജനകീയവൽക്കരിച്ചതിനും അതുവഴി നിരവധി ജീവനുകൾ രക്ഷിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്ത താങ്കളുടെ ഈ സേവന സന്നദ്ധത പുതുതലമുറക്ക് വലിയൊരു മാതൃകയാണ്. ഒപ്പം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ജീവനാഡിയായി വർഷങ്ങളായുള്ള താങ്കളുടെ പ്രവർത്തനം അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി മൊഗ്രാൽ ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി അക്വാരത്ന അവാർഡ് താങ്കളുടെ കഠിനാധ്വാനത്തിനും സേവനത്തിനും ലഭിച്ച അർഹമായ അംഗീകാരവും കൂടിയാണ്. ചരിത്രം കാലമടയാളപ്പെടുത്തിയ ദിശാദശകത്തിന്റെ പേരാണ് മഞ്ചേശ്വരം. മാനവിക ഐക്യത്തിന്റെ സമ്പൽ സമൃദ്ധിയിൽ, തുളുനാടിന്റെ സമ്പൽ സമൃദ്ധിയിൽ, സ്നേഹത്തിന്റെ ആഭിമുഖ്യത്തിൽ, ജനാധിപത്യത്തിന്റെ ബോധത്തിൽ, മാനവികതയുടെയും മതേതൃത്വത്തിന്റെയും മകനുദാഹരണങ്ങൾക്ക് കാലം നൽകിയ പേരാണ് മഞ്ചേശ്വരം. കർണാടകയും കേരളവും അതിർത്തി പങ്കിടുന്ന അത്യുത്തര കേരളത്തിന്റെ മനോഹര തീരമടയാളപ്പെടുത്തിയ മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ സ്നേഹം കൊണ്ട് പുകൽ പെറ്റൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിലൂടെ ഏറ്റവും മനോഹരമായി ജനപ്രതിനിധിയായി ജനങ്ങളുടെ ജനപ്രിയ നായകനായി നിലകൊള്ളുക AK മസ്റഫിന് മൊഗ്രാലിന്റെ മണ്ണിൽ നിന്ന് ഉപഹാരം സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ ആ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അത് നൽകുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ട്രോഫി ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ നാസർ മൊഗ്രാലിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കാലവും ചരിത്രവും അടയാളപ്പെടുത്തുന്ന മനോഹരമാകുന്ന നിമിഷങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ നാമധേയം കൊണ്ട് കൊത്തിവെച്ച സൂപ്പർ 7 ഫുട്ബോളിംഗ് ടൂർണമെന്റിന്റെ ഫൈനൽ ആവേശത്തിന്റെ കളരിയിലേക്ക് ആർജവം അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്ന നിമിഷങ്ങൾ. സ്നേഹത്തിന്റെ, സമത്വത്തിന്റെ, സാംക്രമികതയുടെ, ജനാധിപത്യ ബോധത്തിന്റെ പുതിയ പുലരികൾക്ക് കാതോർത്ത് നൽകുന്ന, തലമുറയിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പാകപ്പെടുത്തുന്ന ചരിത്രത്തിന്റെ പേരായി ഉമ്മൻചാണ്ടി മാറുമ്പോൾ
കാലയവനിക്കുള്ളിൽ മറന്നാലും മായാതെ ജനഹൃദയത്തിൽ മലയാള മനസ്സിന്റെ രാഷ്ട്രീയ അഭൗമ സൗന്ദര്യത്തിന്റെ കാരുണ്യ പ്രവാചകനായി അദ്ദേഹം നിലകൊള്ളുകയാണ്. ഈ മനോഹരമാകുന്ന മണ്ണിലേക്ക് ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾ കൊണ്ട് തളം കെട്ടി നിൽക്കുന്ന ടൂർണമെന്റിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സ്നേഹത്തോടെ നന്ദിയും കടപ്പാടും സ്വാഗതവും അറിയിച്ചുകൊണ്ട് ഈ പ്രസന്റേഷൻ സെറമണി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ മത്സരത്തിന്റെ ആധിക്യത്തിലേക്ക് കിടക്കുകയാണ്. Players, please come back and leave the ground. All of you leave the ground. Players, please come back. All of you leave the ground. അൺലിവിംഗ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. ട്രോഫി അതിന്റെ ലോഞ്ചിങ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഒന്ന് മാറി നിൽക്കുക, എല്ലാവരും മാറി നിൽക്കുക. All of you leave the ground. All of you leave the ground. Volunteers also leave the ground. തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രൊഫഷണൽ മികവോടുകൂടി അത് ഉത്തരവാദിത്വം നിയന്ത്രിക്കാൻ പാകപ്പെടുത്തി നേരത്തെ സജ്ജീകരിച്ച വളണ്ടിയർമാർ മാത്രമാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞതാണ്. Ready? All of you welcome to the trophy unveiling. അതിനുവേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആ റെഡ് കാർപ്പറ്റ് എല്ലാം ഒന്ന് വിശാലമാക്കി കൊടുക്കുന്ന മാറി നിൽക്ക് പ്ലീസ്. പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയിക്കരുത് പ്ലീസ്. പ്രിയമുള്ളവരെ, ട്രോഫി അൺവീലിംഗ് സെറിമണി നടത്തുന്നത് മനോഹരമാകുന്ന പോരാട്ട വീര്യത്തിന്റെ പോർക്കാളുകളുമായി പോരിതി ജയിക്കാൻ ആലേഖനം ചെയ്യുന്ന ട്രോഫി അതിന്റെ കർട്ടൻ മാറ്റി ലോഞ്ചിങ് കർമ്മം നിർവഹിക്കുന്നത് ഞങ്ങളുമായി അഭേദ്യമായ ബന്ധം പുലർത്തുകയും സഹകരണ മനോഭാവത്തോടു കൂടി നിൽക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വം ഇസ്രാർ മേങ്കളൂർ അവർകളാണ് ഈ മനോഹരമാകുന്ന ട്രോഫി അൺവീലിംഗ് കർമ്മം നിർവഹിക്കുന്നത്. എന്റർപ്രണർ ആൻഡ് ബോളിവുഡ് പ്രൊഡ്യൂസർ പ്രിയപ്പെട്ട വ്യക്തിത്വത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ട്രോഫി അൺവീലിംഗിന് വേണ്ടി. അവരെ എസ്കോർട്ട് ചെയ്യുന്നു ചെയർമാൻ സംഘാടക സമിതി മിസ്റ്റർ നാസർ മുഗ്ലാൽ, കൺവീനർ ഓഫ് ഓർഗനൈസിംഗ് കമ്മിറ്റി മിസ്റ്റർ അൻവർ അഹമ്മദ് ആൻഡ് ട്രഷറർ ഷക്കീൽ അബ്ദുള്ള തുടങ്ങിയവരാണ്.
ഒരു ഭാഗത്ത് വികാസ് മറുഭാഗത്ത് കുറച്ച് ചാലഞ്ചസ്. പ്രിയമുള്ളവരെ, കാണികൾ കാത്തിരിക്കുന്ന വിസ്മയിപ്പിക്കുന്ന പെരുമ്പോരാട്ടത്തിന്റെ പോർമുഖത്തേക്ക് അചഞ്ചല ഉന്നയിച്ചതിന്റെ പ്രായാണികളിലേക്ക് കരുത്തു കാട്ടുന്ന വിസ്മയിപ്പിക്കുന്ന മത്സരത്തിന്റെ പ്രഭചൊരിഞ്ഞ പോരാട്ട വീര്യത്തിന്റെ പോർക്കാളകളുമായി രണ്ട് ടീമുകൾ അടറാടി മത്സരിക്കാനെത്തുകയാണ്. എത്രയെത്ര കാണികൾ തിങ്ങി നിറയുന്ന അലമാലകൾ പോലെ തിരമാലകടക്കെ ദൂരെ നിന്ന് കാതങ്ങൾ താണ്ടി ഏറ്റവും മനോഹരമായി വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിന്ന് കനക വസന്തം ഏറ്റെടുക്കുന്ന കനക കിരീട പോരാട്ടം തന്നെയാവും ദർശിക്കുക. കാത്തിരിക്കുന്ന പ്രിയവരെ, ക്ഷമം നഷ്ടപ്പെടാതെ കാത്തിരിക്കുന്നവരെ നിങ്ങൾക്ക് സ്നേഹത്തോടെ നന്ദി. ലെറ്റ്സ് വെൽക്കം. കാലിയന്മന്റെ കരുത്തുകൊണ്ട് എതിരാളികൾക്ക് മുന്നിൽ ആധിപത്യം ഉറപ്പിക്കാൻ പോരാട്ട വീര്യം ഏറ്റെടുത്ത മൊഗ്രാൽ പുത്തൂരിന്റെ മണ്ണിന്റെ മനസ്സിന്റെ ഹൃദയ തൂലികയ്ക്ക് കാവൽ നിൽക്കുന്ന കാൽപന്ത് വസന്തങ്ങൾ എത്തുകയാണ് പ്രിയമുള്ളവരെ. ലെറ്റ്സ് വെൽക്കം ദ ടീം വേഗാൻസ് മൊഗ്രാൽ പുത്തൂർ. ആവേശകരമായ മത്സരത്തിന്റെ വീറും വാശിയും നിറഞ്ഞ പോരാട്ട വീര്യത്തിന്റെ പോർക്കളത്തിലേക്ക് എതിരിടാൻ വരുന്ന എതിരാളികൾക്ക് മുന്നിൽ സമഗ്രാധിപത്യം പുലർത്താൻ താരനിബിടങ്ങളെത്തുന്നു. ലെറ്റ്സ് വെൽക്കം ദി ടീം ഗുർസി യങ് ചാലഞ്ചേഴ്സ് കുന്നിൽ. വെൽക്കം വെൽക്കം ടീം എൻട്രി. റെഡി എൻറ്റർ. ഇന്നത്തെ ഇവന്റ് കൈകാര്യം ചെയ്യുന്നത് ആഡ് സ്പോർട്സ് ഇവന്റാണ്. ആവേശക്കളിയിൽ ഇന്ന് പേവാടി പെയ്യുന്ന പെരുമഴയാകും പ്രിയമുള്ളവരെ. കൺകുളിർക്ക് കാണുക, ശ്വാസം അടക്കി പിടിച്ച ഇന്ന് മൊഗ്രാലിന്റെ മണ്ണ് കാത്തിരിക്കുന്ന മത്സരം. ശക്തവും വ്യക്തവും നിറഞ്ഞ പോരാട്ട വീര്യത്തിന്റെ പോർക്കാളുകൾ കളിയരങ്ങ് കാട്ടാനെത്തുകയാണ്. മത്സരത്തിന്റെ കാലുകളുമായി പരിചയപ്പെടുത്താൻ വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. All of you down, lay the ground, all of you. കാണികളുമായി പരിചയപ്പെടുന്ന സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് മഞ്ചേശ്വരത്തിന്റെ പ്രിയകരായ എംഎൽഎ AK അഷ്റഫ്. അതോടൊപ്പം the first Indian team to be ഉണർത്തുകയാണ്. Our guest of honor, please welcome to the introducing ceremony this year, the final match beginning the situation of match between Vegans versus Gurusi Young Challengers. കളിയാവേശത്തിന്റെ കേളീരവത്തിന്റെ മുൻപിൽ കരുത്ത് കാട്ടുന്ന പോരാളികളുമായി പോരാട്ട വീര്യം ഏറ്റെടുക്കാൻ വികാസ് മൊഗ്രാൽ പുത്തൂരിന്റെ താരനിബിടങ്ങൾ സജ്ജരാണ്. Jersey number 1, the man is goalkeeper of the team, Shihan. Jersey number 23, the man is Rian Nasir. Jersey number 4, the man Augustin. Jersey number 2, Arshad. Jersey number 10, the Nigerian Liberia Taliba. Jersey number 7, the Rahiva. Jersey number 8, Sabato. Jersey number 19, Afreed. Jersey number 3, Patrick. Jersey number 6, Shahid. And Gautam, especially substitution goalkeeper Rami and Ibu. And the side of Gursi Young Challengers Kundal, the goalkeeper of the team, Mr. Dingan and Henry Sitar, Justin George, Kaligalatile Balotelli എന്നറിയപ്പെടുന്ന ആസിഫ് ബലോടെല്ലി, ഫസൽ റഹ്മാൻ, ബൊട്ടോണി and ഷാഹിൻ, ഉനൈസ്, ഓസൽ, അത്വാബ് എന്നിവരാണ്. കാൽപന്ത് കളിയുടെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന മൊഗ്രാലിന്റെ മണ്ണിൽ ആവേശം വാനോളമുയർന്ന ഉമ്മൻചാണ്ടി സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശോജ്വലമായ പരിസമാപ്തി. ആയിരങ്ങളെ സാക്ഷിയാക്കി നടന്ന വാശിയേറിയ കലാശ പോരാട്ടത്തിൽ എതിരാളികളായ ഗുർസി യങ് ചലഞ്ചേഴ്സ് മൊഗ്രാൽ പുത്തൂരിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി വിഗാൻസ് മൊഗ്രാൽ പുത്തൂർ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. മൊഗ്രാലിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത മാസ്മരിക പ്രകടനമാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത്. മൈതാനത്തിന്റെ ഓരോ കോണിലും പന്തുമായി അവർ നടത്തിയ കുതിപ്പും കൃത്യതയാർന്ന പാസുകളും ഫുട്ബോളിന്റെ അനുപമമായ സൗന്ദര്യമാണ് വിളിച്ചോടി. ഇതാ കാത്തിരിപ്പിന് വിരാമം. മൊഗ്രാലിന്റെ ഹൃദയ താളമായി മാറിയ ഉമ്മൻചാണ്ടി സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിന്റെ രാജാക്കന്മാരായി വിഗാൻസ് മൊഗ്രാൽ പുത്തൂർ ചരിത്രം കുറിച്ചിരിക്കുന്നു. വിജയ കിരീടം മൊഗ്രാൽ പുത്തൂരിന്റെ മണ്ണിലേക്ക്. അഭിനന്ദനങ്ങൾ വിഗാൻസ് മൊഗ്രാൽ പുത്തൂർ. Hands up high, feel the fire. This time we
is moving